ഞാൻ ക്ലോത്ത് കൊണ്ട് ചെയ്തെടുത്തൊരു സൈഡ് ബാഗാണിത്. ഈ ബാഗ് കാണാനായിട്ട് ഇതേമാതിരി ഉണ്ടാവും. ഈ സൈഡ് ബാഗ് കാണുന്ന സമയത്ത് ഇത് എത്ര പോക്കറ്റുകളുണ്ട്. ഇതൊരു പോക്കറ്റിൻ്റെ ഉള്ളിൽ, പിന്നെ രണ്ടാമത്തെ ഒരു പോക്കറ്റ് ഇവിടെ അങ്ങനെ വരും ഉണ്ട്, മൂന്നാമത്തെ വേറൊരു പോക്കറ്റ് ഇവിടെ അങ്ങനെ വരും. അപ്പോൾ ഈ സൈഡ് ബാഗ് ഇതേമാതിരി ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ ബാഗ് ഇഷ്ടപ്പെടുക, എൻ്റെ വർക്ക് ഞാൻ തയ്ച്ച വിധമൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഒക്കെ ചെയ്യുക. അപ്പോൾ ഈ ബാഗ് എങ്ങനെയാണ് തയ്ച്ചെടുക്കുക എന്നുള്ള വീഡിയോ നമുക്ക് നോക്കാം. ക്ലോത്ത് കൊണ്ടൊരു സൈഡ് ബാഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പീസ് എടുത്ത് കട്ട് ചെയ്ത് നോക്കാം വിചാരിച്ചു. അപ്പോൾ ഞാൻ ഈ പീസിൻ്റെ ഇങ്ങനെ ഒരു പീസാണ് ഞാൻ എടുത്തത്. ഇനി ഒരു ഇതിൻ്റെ എത്ര ഇതിൻ്റെ അളവ് നോക്കാം. അപ്പോൾ ആദ്യം വീതി നോക്കുക, എത്ര വീതി ഉണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഞാൻ ഇഞ്ചാണ് നോക്കുന്നത്. നോക്കിയത് 21 ഇഞ്ചുണ്ട്. കണ്ടത് അളക്ക് വരെ നോക്കുന്ന സമയത്ത് 21 ഇഞ്ച് വരും. പിന്നെ അടുത്തത് നീളം നോക്കാം. ഇത്രയും വലിയൊരു പീസ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. സൈഡിൽ തൂക്കുന്ന ഒരു ബാഗ് ഉണ്ടല്ലോ, അപ്പോൾ ക്ലോത്ത് കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്തെടുക്കുന്നത്. 25 ഇഞ്ച് നീളം വരുന്നുണ്ട്. അപ്പം അതിൻ്റെ മേലെ ഞാനിത് അതേമാതിരി 4 സ്ക്വയർ വെട്ടി ഇതേമാതിരി ഒരു പീസ് നടുക്കിലായിട്ട് 2 ഭാഗവും മടക്കിയിട്ട് ഇതിന് ഈ പീസിൻ്റെ വീതി നോക്കുന്ന സമയത്ത് വീതിൻ്റെ നടുക്കിലായിട്ടൊരു പീസ് ഇതേമാതിരി ഞാൻ തയ്ച്ച് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതേമാതിരി തയ്ച്ച് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോഴത് ശരി. അപ്പം ഇനിയിപ്പോൾ അടുത്തതിന് ഇതിനെ ലൈനിങ് വെക്കാൻ വേണ്ടിയിട്ട് ഇതേമാതിരി തന്നെ ഞാനൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുക വെച്ചാൽ, ഇത് ചീത്ത വശം എടുക്കുക, നല്ല വശം അങ്ങനെ എടുക്കുക. നല്ല വശം അങ്ങനെ എടുത്തിട്ട് ഈ പീസ് ഉണ്ടല്ലോ, ഈ പീസിൻ്റെ നല്ല വശം ഉൾഭാഗത്ത് വലത്തൊക്കെ വിധത്തിൽ അങ്ങനെ വെച്ചിട്ട് തയ്ച്ച് കൊടുക്കുക. എല്ലാ വശം ഇതേമാതിരി ഇവിടെയൊക്കെ ഇതേമാതിരി ജോയിൻ്റ് ആക്കി ഇവിടെ തയ്ച്ച് കൊടുക്കുക. ഇവിടെ അങ്ങനെ തയ്ച്ച് കൊടുക്കുക. ഈ സൈഡ് ഇങ്ങനെ തയ്ച്ച് കൊടുക്കുക. ഇവിടെ പക്ഷേ താഴത്തെ ഭാഗം ഉണ്ടല്ലോ, താഴത്തെ ഭാഗം വരുന്ന സമയത്ത് ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക. ഇവിടെ കണ്ടോ, ഇവിടെ ഇതാണ് അടിഭാഗം അടിവശം വരുന്ന സമയത്ത് ഇവിടെ അങ്ങനെ ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ വെച്ചാൽ നമുക്ക് ഉൾഭാഗം അങ്ങോട്ട് തുറന്നെടുക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ നല്ല വശം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാക്കിയുള്ള സൈഡൊക്കെ അങ്ങനെ ഒരു സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ അതിനൊരു ഇതുമാതിരി വരും, ഒരു ലൈനിങ് മാതിരി വരും. ഇതൊക്കെ അങ്ങനെ എല്ലാ വശം ഇതേമാതിരി തയ്ച്ചെടുത്തിട്ട് കാണിക്കുക. അതേമാതിരി ഞാൻ 4 ഭാഗം തയ്ച്ചെടുത്തു. തുണി 4 ഭാഗം തയ്ച്ചു. അപ്പോൾ ഇവിടെ ഞാനൊരു ഗ്യാപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട്. അത് കണ്ട, ഇതൊരു ഗ്യാപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എന്താ ചെയ്യുക, ഇതിനുള്ളിൽ കൂടെ കുറച്ച് ഈ ഭാഗമില്ല, അവിടെ ഗ്യാപ്പ് ഇട്ട് വെച്ച് അതവിടെ ഇവിടെ കുറച്ച് ഗ്യാപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട്. ശരി കണ്ടോ, ഇവിടെ തയ്ക്കാതെ ഗ്യാപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ ചെയ്യുക വെച്ചാൽ, ഇവിടെ ഗ്യാപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇത് ഇങ്ങോട്ട് എടുക്കുക, തിരിക്കുക. അപ്പോൾ തിരിച്ച് കിട്ടുന്ന സമയത്ത് ഇത് ഫുള്ളായിട്ട് വേറെ ഇത് വരും, ഇങ്ങോട്ട് എടുക്കണം. അതേമാതിരി ഞാൻ തയ്ച്ചെടുത്ത്. അപ്പോൾ അങ്ങനെ വന്നു കണ്ടോ, ഉൾഭാഗം അവിടെ അങ്ങനെ ഇതേമാതിരി വന്നു. അപ്പോൾ ഇനി എന്താ ചെയ്യുക, ഇവിടെ നമ്മൾ ഗ്യാപ്പ് ഇവിടെ വിട്ട് വെച്ചിട്ടുണ്ടല്ലോ, ഈ ഗ്യാപ്പ് എന്താ ചെയ്യുക വെച്ചാൽ ഇതേമാതിരി ഉള്ളോട്ട് വെച്ചിട്ട് ഈ 2 സൈഡും ഉള്ളോട്ട് വെച്ച് തയ്ച്ച് കൊടുക്കുക. അങ്ങനെ തയ്ച്ച് കൊടുത്തിട്ട് ഇവിടെ അങ്ങനെ. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ തയ്ച്ച് വന്നിട്ട് ഇവിടെ തയ്ച്ച് കൊടുത്തിട്ട് ഇവിടെ ഫുള്ളായിട്ട് ഈ ഇവിടുന്ന് ഇങ്ങനെ വലിച്ച് വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ ഒരു തയ്ച്ച് കൊടുക്കുക. ഈ പക്കത്ത് കൂടെ അങ്ങനെ ഒരു
കോട്ടിങ് മാതിരി പ്രസ് ചെയ്തിട്ട് വരുന്ന മാതിരി ഇവിടെയൊക്കെ തയ്ച്ച് കൊടുക്കുക. കണ്ടോ, ഈ ഭാഗത്ത് ഇവിടെയൊക്കെ വരുന്നത് ഇതാണ് നമ്മൾ ചെയ്ത് പിടിച്ച അത് ശരിയായി നിൽക്കത്തക്ക വിധത്തിലൊക്കെ നല്ലതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക, തയ്ച്ച് കൊടുക്കുക. അങ്ങനെ ഈ സൈഡിൽ കൂടെ അങ്ങനെ ഇതിൻ്റെ മുകളിൽ കൂടെ ഒരു പ്രസ് ചെയ്തിട്ട് ഒരു തയ്യൽ കൊടുക്കുക. അവിടെയൊക്കെ അങ്ങനെ കൊടുത്ത് തയ്യൽ കൊടുക്കുക. അതേമാതിരി ഞാൻ 4 സൈഡും തയ്ച്ചെടുത്തതാണ്. പ്രസ് ചെയ്തിട്ട് തയ്ച്ച് ഭാഗം കാണിച്ചത്, പ്രസ് ചെയ്ത് തയ്ച്ചെടുത്ത് എല്ലാ സൈഡും തയ്ച്ചെടുത്ത്. ഇനി അടുത്തത്, ഇതിപ്പോൾ ഈ ഫ്രണ്ട് ഭാഗം മാത്രം കാണിച്ചതല്ല, അത് എത്തില്ല. ഇങ്ങനെയാണല്ലോ ഇതിപ്പോൾ വരുന്നത്. അപ്പോൾ ഈ ഭാഗം പകുതി ഇങ്ങോട്ട് ഞാൻ മടക്കി വയ്ക്കുക. പിന്നെ ഈ ഭാഗത്തിൻ്റെ ഇത് ഇങ്ങോട്ട് മടക്കുക. ഇങ്ങനെ മടക്കിയതിന് ശേഷം ഈ ഭാഗം ഇങ്ങോട്ട് പിന്നെയും മടക്കുക. ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം ഇങ്ങോട്ട് മടക്കുക. അപ്പോൾ ഇതേമാതിരി വരും. ഇതേമാതിരി വന്നതിന് ശേഷം അപ്പോൾ അങ്ങനെ നടുക്കിൽ ഇതേമാതിരി വരുമല്ലോ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതെടുത്തിട്ട് അങ്ങനെ എടുക്കുക. അങ്ങനെ എടുത്തിട്ട് ഈ ഭാഗത്ത് കൂടെ അങ്ങനെ തയ്ച്ച് കൊടുക്കുക, നടുക്കലായിട്ട്. കണ്ടോ, ഈ നടുവരില്ലേ, മനസ്സിലായില്ലേ? ഇതിങ്ങോട്ട് മടക്കി ഇതിങ്ങോട്ട് മടക്കുക. ഈ ഭാഗം അങ്ങോട്ട് മടക്കിയിട്ട് ഇങ്ങോട്ട് മടക്കുക. ഈ ഭാഗം ഇങ്ങനെ വെച്ച് ഇങ്ങോട്ട് മടക്കുക. എന്നിട്ട് ഈ ഭാഗം നടുക്കിൽ വരുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം രണ്ടും കൂടെ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നീളത്തിൽ താഴെ വരെ സ്റ്റിച്ച് ചെയ്യുക. അതേമാതിരി ഞാൻ ഈ സൈഡ് നടുഭാഗം തയ്ച്ചെടുത്ത്. കണ്ടോ, ഇവിടെ കണ്ടില്ലേ, ഇതേമാതിരി തയ്ച്ചെടുത്ത്. അപ്പോൾ അത് ഇങ്ങനെ വന്നു. കണ്ടോ, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പീസ് ഉണ്ടല്ലോ, ഈ പീസ് ഒന്നിച്ചിട്ട് കൂടെ നടുമടക്കുക. ചില നീളത്തിലല്ലേ, ഇങ്ങനെ നടുമടക്കിയതിന് ശേഷം നമ്മൾ നീളത്തിൽ വെച്ച പീസ് ഉണ്ടല്ലോ, അത് നടുമടക്കുക. കണ്ടോ, ഇവിടെ അങ്ങനെ മടക്കിയെടുത്തിട്ട് ഇതവിടെ അങ്ങനെ സ്റ്റിച്ച് ചെയ്യുക ഒരുമിച്ചിട്ട്. കണ്ടോ, ഇത് വക്കത്ത് ഇതുമാതിരി തന്നെ വെക്കണേ, കൃത്യമായിട്ട് വെച്ചിട്ട് അങ്ങനെ വരും. അങ്ങനെ വെച്ചിട്ട് ഇതേ ഇവിടെ മുകളിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ സൈഡിലുണ്ടല്ലോ, ഈ സൈഡ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും നീളത്തിൽ. ഇവിടെ ഞാൻ ഇതേമാതിരി സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി അടുത്ത എങ്ങനെ ചെയ്യുക വെച്ചാൽ, ഇവിടെ ഇപ്പോൾ 3 പോക്കറ്റ് വന്നു കഴിഞ്ഞു. ഇവിടെ കണ്ടോ, അതേമാതിരി പോക്കറ്റ്. അപ്പോൾ അടുത്ത ചെയ്യുന്ന വിധം ഇവിടെ നിന്ന് ഈ ഭാഗം ഉണ്ടല്ലോ കാണുന്നത്, ഈ ഭാഗത്തിൻ്റെ ഈ 2 ഉണ്ടല്ലോ, ഈ 2 ഉള്ളിലത്തെ 2 പീസ് എടുത്തിട്ട് ഇതേമാതിരി നീളത്തിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഈ പീസ് എടുത്തിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, നീളത്തിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ ചെയ്ത ഈ മിനി സൈഡ് ബാഗ് ഇതേമാതിരി ഉണ്ടാവും കാണാനായിട്ട്. അപ്പോൾ അത് എന്താ ചെയ്തതിന് ഇതാ കണ്ടോ, ഇവിടെ എന്താ പോക്കറ്റുകളിതാ, ഒരു പോക്കറ്റ്, രണ്ടാമത് വേറൊരു പോക്കറ്റ്, മൂന്നാമത് ഇതാ വേറൊരു പോക്കറ്റ്, ഇങ്ങനെ. അപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ വരും. കണ്ടോ, പോക്കറ്റുകൾ ഇവിടെ അങ്ങനെ വരും, 3 പോക്കറ്റ് വരും. ഇനി ഇതിനെന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഒരു സൈഡിലൊരു വലിയൊരു ഹാൻഡിൽ വെച്ച് കൊടുക്കണം. വലിയ ഹാൻഡിൽ വെച്ച് സൈഡിൽ കൂടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹാൻഡിൽ വെച്ചെടുക്കുക. ഇവിടെ അതേമാതിരി ഉള്ള പ്രസ് ആവാൻ വേണ്ടിയിട്ട് ഒരിത് വെച്ച് കൊടുക്കണം, ഹാൻഡിൽ വെച്ച് ഞാൻ വർക്ക് ചെയ്യുക. ഹാൻഡിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് ഇതേമാതിരി ഒരു പീസ് തുണി എടുക്കുക. എന്നിട്ട് ഇതേമാതിരി വേറൊരു കട്ടി കുറഞ്ഞ തുണി എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ മടക്കി തയ്ച്ച് കൊടുക്കുക. അപ്പോൾ ഒന്നും കൂടെ ഒരു തിക്നെസ് കിട്ടുന്നുണ്ട്. വെറും ഇത് മാത്രമേ നേർമ ഇത് മതി. ഇതേമാതിരി ഫുൾ നമ്മൾ എത്ര സൈഡ് ബാഗിന് വേണ്ട ലെങ്ത്ത് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത്രയും വെച്ച് തയ്ച്ചെടുക്കുക. അതേമാതിരി ഞാൻ ഹാൻഡിൽ തയ്ച്ചെടുത്തിട്ടുണ്ട്, പീസ് വെച്ചിട്ട് തയ്ച്ചത്. അപ്പം ഈ ഹാൻഡിൽ ഇതാ ഇവിടെ വെച്ച് ഈ ബാഗ് ഉണ്ടല്ലോ, ഈ ബാഗിൻ്റെ ഈ ഉള്ളോട്ട് വരുന്ന ഭാഗം ഉണ്ടല്ലോ, ഇവിടെ അങ്ങനെ വെച്ച് തയ്ച്ച് കൊടുക്കുക. കണ്ടോ, കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഈ വേണമെങ്കിൽ ഇവിടെ വെച്ച്
വെച്ചാലും ഇവിടെ വെച്ച് തയ്ക്കുന്നതിനെക്കാട്ടും നല്ല ഇവിടെ വെച്ച് തയ്ച്ചാലും കുഴപ്പമില്ല. ഈ 2 സൈഡിൽ ഇതേമാതിരി തയ്ച്ച് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഹാൻഡിൽ തയ്ക്കുക. ഈ ബാഗിൻ്റെ വർക്ക് ഇത് അവിടെ കഴിഞ്ഞു. അപ്പോൾ ഈ ബാഗ് കാണാൻ ഇതേമാതിരി ഉണ്ട്.